ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. സാറ് കമന്റ് ചെയ്ത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം അമ്മേനെ പാടി കരയിപ്പിച്ച ആളെന്നല്ലേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആ പാട്ടൊന്ന് പാടിയിട്ട്. ദേവി ആത്മരാഗമേകാം കന്യാവനിയിൽ സുഖതം കളഗാനം സോങ് പോലെ ഒരു പാട്ടാണ്. വിരഹഗാനാണോ? അയ്യോ അങ്ങനൊന്നുമില്ല. ലയലാസ്യ കലാകാന്തി സഖി നിന്റെ രൂപമേന്തി മാരന്റെ കോവിൽ തേടി. ഹായ്, മലർകളെ എന്നുള്ള തമിഴ് ഹിറ്റ് സോങ് പാടി ഇപ്പോതാ വൈറലായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ അമൽ രാജ്. ഇപ്പൊ AR റഹ്മാൻ സാർ വരെ നേരിട്ട് അതേപോലെ തന്നെ ഒരുപാടധികം പാട്ടുകാര്, സെലിബ്രിറ്റീസ് എല്ലാവരും അതേ കമന്റ് ഇട്ടിട്ടുണ്ട് ആ ഒരു സോങ്ങിന്റെ അടിയിലല്ലേ. അപ്പൊ ഇതുപോലെ ഒരുപാട് സോങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴാണ് ഒരു ഇത്രയും നല്ലൊരു അക്നോളജ്മെന്റ് കിട്ടുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ പറയാനുള്ളത്? എന്താ പറയാനുള്ള, എന്തായാലും ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം വരുമെന്ന്. കാരണം സാറിനെ ഞാൻ എല്ലാ പാട്ടിലും ടാഗ് ചെയ്യാറുണ്ട്. അത്യാവശ്യം മറ്റേ ഹേരത്തെയൊക്കെ മുമ്പേ പാടി ഇട്ടതാണ്. ഇപ്പോഴാണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പെല്ലാം ഞാൻ ടാഗ് ചെയ്യാറുണ്ട്. ഇതിപ്പോ അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്നിട്ടാണ് ഒരു പാട്ട് പാടുന്നത്. അപ്പൊ അമ്മയാണെങ്കിൽ പെട്ടെന്ന് കരയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ പാട്ട് ബ്രേക്ക് ചെയ്തോന്ന് ചോദിക്കുന്നുണ്ട് എന്താ കരയണെന്നൊക്കെ. എന്താ ശരിക്കും അമ്മ കരഞ്ഞത് സംഭവം എന്താ? അങ്ങനെ ശരിക്കും അത് അമ്മ ഈ അടുത്താണ് പറഞ്ഞത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മനോരമയുടെ ഇന്റർവ്യൂ എടുക്കുമ്പോഴാണ് അമ്മ ഈ കാര്യം പറയുന്നത്. എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് ഈ ഇടയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു കലോത്സവ ടൈമായിരുന്നു. എനിക്ക് പോകാൻ പറ്റില്ല. എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഹൈസ്കൂളിലേക്ക് പോയി കരഞ്ഞൊരു രംഗാണ് അമ്മയ്ക്ക് ഓർമ്മ വന്നതെന്നാണ് അമ്മ പറയുന്നത് പാട്ട് പാടുന്നതിന്. അപ്പൊ അതുകൊണ്ടായിരിക്കും കരച്ചിൽ വരുന്നത്. പാട്ടിന്റെ ഒരു ഫീലും. പിന്നെ തീർച്ചയായിട്ടും പാട്ടിന്റെ ഫീലും ആയിരിക്കും. പിന്നെ ഭയങ്കര പ്രൗഡായിരിക്കും. എല്ലാവരും അച്ഛനമ്മയും ചേട്ടനും കൂടി ഉണ്ട് ഇതിന്റെ ബാക്കിൽ. പിന്നെ ഫ്രണ്ട്സും ഉണ്ട്. ഫുൾ സപ്പോർട്ടാണ്. ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടർ, അതേപോലെ തന്നെ മറ്റ് ഡയറക്ടേഴ്സ്, സെലിബ്രിറ്റീസ്, പാട്ടുകാര്, ഇപ്പൊ ഈ പാട്ട് പാടിയവർ തന്നെ നേരിട്ട് വരുന്നു. ഹരീഷ് ഒക്കെ ഈ പാട്ടൊക്കെ ഒരുപാട് വേദികൾ പാടിയിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം തന്നെ ഇതേപോലെ കമന്റ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ അത്രയും പേരൊക്കെ കമന്റ് ചെയ്യുമ്പോ വീട്ടിൽ നിന്നാണെങ്കിലും മറ്റുള്ളവരൊക്കെ ഇതുണ്ടായിരുന്നു. എല്ലാരും ഭയങ്കര സന്തോഷാണ്. കാരണം ഞാൻ പണ്ട് മുതലേ കഷ്ടപ്പെടുന്ന എല്ലാരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ വരുമെന്ന്? ഇല്ല, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. സാറ് കമന്റ് ചെയ്ത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഇതിനു മുമ്പ് കുറച്ച് റീച്ച് വന്നായിരുന്നു. ഒരു 30K ഫോളോവേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് വന്ന് ഓരോ പാട്ടുകൾ വൈറലായി. ഫസ്റ്റ് അപ്പ നമ്മുടെ എന്ന് പറഞ്ഞ പാട്ട് വൈറലായിട്ടാണ് ഞാൻ ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിലും ഒരു ഷോ ചെയ്തായിരുന്നു ഒരു പ്രാവശ്യം. അപ്പൊ അതാണ് എന്റെ ഫസ്റ്റ് സ്റ്റേജ്. ടിവിയിലേക്കുള്ള ഒരു ഫേസ് ഞാൻ ആദ്യം കൊടുക്കുന്നത് ഫ്ലവേഴ്സിലാണ്. പിന്നെ കുറെ ഓഡീഷനൊക്കെ കേറി പോയി. ഇതൊക്കെ കഷ്ടപ്പാടൊക്കെ കാണുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഞാൻ. എത്ര വർഷമായി വീഡിയോസ് ഇടാൻ തുടങ്ങി? ഇൻസ്റ്റാഗ്രാം മാത്രമാണോ അതോ യൂട്യൂബ് ഉണ്ടോ? ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഉണ്ട്. യൂട്യൂബ് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ യൂട്യൂബിലും ഞാൻ ഇടാറുണ്ട് പാട്ട്. ഞാൻ ബയോയില് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര വർഷമായി ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പാട്ടുകൾ ഇടാൻ തുടങ്ങിയിട്ട്? ഒരു 4 വർഷമായി. 4 വർഷമായി. 4 വർഷത്തെ കഷ്ടപ്പാടിന് ഇപ്പോഴാണ് ഒരു ഫലം കാണുന്നത്. ഫസ്റ്റ് ഞാൻ ഒരു പാട്ട് ഇങ്ങനെ റാൻഡം ആയിട്ട് ഒരു ആൾക്ക് അയച്ചു കൊടുത്ത ആ പാട്ടാണ്. ഞാൻ പെട്ടെന്ന് എനിക്കത് ഇടണം എന്ന് തോന്നിയോണ്ട് ഇട്ടതാണ്. ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ആരായിരിക്കും? ഒബ്വിയസ്ലി അച്ഛൻ, അമ്മ, ചേട്ടനായിരിക്കും. കാരണം അവര് വന്ന കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കും പിന്നെ എന്താ പറയാ, അവര് തരുന്ന സപ്പോർട്ടാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യാമെന്നുള്ള ആ ഒരു തോന്നല് വരാൻ വേണ്ടിട്ട് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അതായത് അത് സാധാരണ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ കാണുമ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു ചെറിയ കഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടാൻ തുടങ്ങി. പക്ഷെ പിന്നെ മടിയായി, കുറെ ബ്രേക്ക് ഒക്കെ വന്നായിരുന്നു. പിന്നെ ഫ്രണ്ട്സും അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ, ചേട്ടനാണ് ഇങ്ങനെ പറയുന്നത്. കാരണം എന്താ ഇട്ടൂടെ കുറച്ചും കൂടി. പിന്നെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടാൻ തുടങ്ങി. ഏകദേശം ഒരു ടൈമിൽ ഒരു പാട്ട് നീ വരും നേരമായി എന്ന് പറഞ്ഞൊരു പാട്ടാണ് വൈറലായി ആദ്യം. അങ്ങനെ വൈറലായി. പിന്നെ ഓരോ പാട്ട് ഇങ്ങനെ ഏകദേശം വൈറലായി വന്ന് ലാസ്റ്റ് ഇവിടെ വരെത്തി. ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആ വൈറലായ മലർകളെ തന്നെ എനിക്കൊന്ന് കേൾക്കാൻ പറ്റും. മാർബിൽ ഒളിந்து கொண்ட மாறன் அன்பு வரும்
கூந்தலில் ஒளிந்து கொள்ள வரவா என் கூந்தல் தேவன் தூங்கும் பள்ளி அறையா மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா நினைக்காத நேரம் இல்லை காதல் ரதி ரதி உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் ரதி உன் சுவாசம் உன் மூச்சில் உன் வார்த்தையின் பேச்சில் 5 நூற்றாண்டு வாழ்வோ என் வாழ்வீவா மலர்களே മലർകളെ ഇത് എന്ന കനവാ വാവ്, അടിപൊളി. ഒരു ഈ ശബ്ദം ഭയങ്കര ഹസ്കിയാണ്, അതുപോലെ ഒരുപാട് സോഫ്റ്റ് ലൈറ്റ് ആയിട്ടുള്ള സൗണ്ടാണ്. അപ്പൊ ഈ ഒരു സൗണ്ടിൽ നമ്മളിപ്പോ ഇങ്ങനത്തെ സോങ്സ് ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോങ്സ് ഓക്കെ നമുക്ക് ഓക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതുപോലെ ദാസേട്ടന്റെ പാട്ടുകളൊക്കെ പാടി നമ്മളിപ്പോ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ദാസേട്ടന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കനമുണ്ട്. അപ്പൊ ആ പാട്ടുകളൊക്കെ പക്ഷെ വേറൊരു രീതിയിലാണ്. ഇപ്പൊ അമലിന്റേതായിട്ട് രീതി പാടിയിട്ട് അത് അത്രയും സക്സസ്ഫുൾ ആണ്. അപ്പൊ അത് ട്രൈ ചെയ്ത് നോക്കാം എന്ന് തോന്നാനുള്ള ഇത് എന്തായിരിക്കും? കാരണം ദാസ് സാറിന്റെ പാട്ട് ഞാൻ പണ്ട് മുതലേ പാടുന്നതാണ്. ആദ്യം പാടുന്ന സാറിന്റെ പാട്ടുകളാണ് കൂടുതലായിട്ടും. പാരന്റ്സ് സജസ്റ്റ് ചെയ്തിട്ട് ഓരോ കോമ്പറ്റീഷന് പോകുമ്പോ അച്ഛനമ്മയും പറയും ദാസേട്ടന്റെ പാട്ട് പാടിയാൽ മതി. അവരുടെ ഫേവറേറ്റ് അമ്മയുടെ ഏറ്റവും വലിയ ഫേവറേറ്റ് പാട്ടാണ് ദേവി ആത്മരാഗമേകാൻ. അത് ഞാൻ പാടിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അങ്ങനെ ദാസേട്ടന്റെ പാട്ട് പാടാറുണ്ട്. ഇപ്പൊ എന്റെ സൗണ്ട് ഇങ്ങനെയാണ് ഇന്ന പാട്ട് പാടില്ല അങ്ങനൊന്നുമില്ല. ഞാൻ എല്ലാ പാട്ടും ട്രൈ ചെയ്യും. എല്ലാം ട്രൈ ചെയ്യും. റാപ്പ് ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ? റാപ്പല്ല, ഡാബ്സിയുടെ ഇപ്പൊ വല്ലാത്ത ജാതിയിലൊരു ഡാബ്സിയുടെ പോർഷൻ മാത്രം. അത് നമുക്കൊന്ന് കേൾക്കാം. വലിച്ചിട്ട് 10 മറിങ്ങത്ത് കിട്ടിയ കിടക്കുച്ച് കുടുംബത്ത് മരുമത്തനിട്ട് പണിക്കൊട്ട് അലമൊത്താലൊരു പൊത്ത് മലപ്പുറം കത്ത് മടക്കേച്ച് വെള്ളം വാങ്ങി അങ്ങ് വീത്തിയേക്ക് വെല്ലുപ്പാന്റെ കൂട്ടി കൂട്ടിച്ചേക്ക് തുടച്ചേക്ക് മുടിച്ചേക്ക് വന്നു 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 വാരി 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 മലബാർ വന്ന് ജോറി 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 ജോറി. അടിപൊളി. അപ്പൊ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ഏറ്റവും അധികം ഇഷ്ടം അതല്ലെങ്കിൽ ഇപ്പത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ റാപ്പ് സോങ്സ് ആണ്. അപ്പൊ ഇപ്പത്തെ ഒരു ജനറേഷൻ എന്ന രീതിയിൽ ഇപ്പൊ ഏത് പാട്ടിനോടാണ് അമലിന് ഇഷ്ടം തോന്നിയിട്ടുള്ളത്? എനിക്ക് കൂടുതലും പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോ അൺപ്ലഗ്ഡും മെലഡി പാട്ടുകളോടാണ് കൂടുതലായിട്ടും താല്പര്യം. പക്ഷെ എല്ലാം പാടും, എല്ലാത്തിനോടും ഇഷ്ടമുണ്ട്. അതെ. പ്രോഗ്രാമിന് ഇപ്പൊ ചിലവര് ഫാസ്റ്റ് സോങ് പാടണം എന്ന് പറഞ്ഞാല് ഫാസ്റ്റ് സോങ്ങും പാടാറുണ്ട്. പിന്നെ നാടൻ പാട്ടും പാടാറുണ്ട്. പണ്ട് നാടൻ പാട്ട് ട്രൂപ്പിലുണ്ടായിരുന്നു ആദ്യം. അങ്ങനെ ആ ട്രൂപ്പില് പാടി നാടൻ പാട്ടിലാണ് കുറച്ച് ഫെയിമൊക്കെ കിട്ടിയത് നാട്ടില്. പിന്നെ അതുകൊണ്ട് എല്ലാ ടൈപ്പ് ഓഫ് പാട്ടും പാടാൻ പറ്റും. ഇപ്പൊ ഞാൻ കച്ചേരി നടത്താറുണ്ട്. പണ്ട് 4 കച്ചേരിയും ചെയ്തിന് അമ്പലത്തില്, സംഗീത കച്ചേരിയും ചെയ്യും. പിന്നെ ഹിന്ദുസ്ഥാനി പ്രാവശ്യം കലോത്സവത്തിന് ഹിന്ദുസ്ഥാനി ഒരു ജോണറെ നോക്കിയായിരുന്നു. പിന്നെ വെസ്റ്റേണിലോട്ട് ഇപ്പൊ ഇതുവരെ ഒരു കാല് വെച്ചിട്ടില്ല. ഇംഗ്ലീഷ് ഒരു പാട്ട് ഇങ്ങനെ പാടാറുണ്ട്. പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ വെസ്റ്റേണിലോട്ട് ഇങ്ങനെ പാടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നാളെ ഭാവിയിൽ നമുക്കൊരു സിംഗറിനെ മാത്രമാണോ അതോ ഇപ്പൊ പാട്ട് ഇത്ര ഇഷ്ടമായതുകൊണ്ട് നീ ഒരു മ്യൂസിക് ഡയറക്ടറെ കൂടെ നമുക്ക് കിട്ടുമായിരിക്കും? കാരണം എന്റെ ഒരു പാട്ട് ഇങ്ങനെ പകുതിയിൽ വെച്ചിട്ടാണുള്ള. അതെന്തായാലും ഞാൻ ഇപ്പൊ ഒരു 2 monthsനുള്ളിൽ കമ്പോസ് ചെയ്യുന്നുണ്ട്. എത്തി, ഒരു പകുതി എത്തി. പല്ലവി റെഡിയായി. വരികൾ എങ്ങനെയാണ്? സ്വന്തം തന്നെയാണോ? ഇപ്പൊ സ്വന്തമായിട്ടാണ് ചെയ്തത്. ഒരു മലയാളം തമിഴ് മിക്സ് ആയിട്ടൊരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താവും അറിയില്ല. കൂടുതൽ പാട്ടുകളും നമ്മളിപ്പോ മലയാളത്തിനൊപ്പം തന്നെ വീഡിയോസിൽ തമിഴ് കാണുന്നുണ്ട്. തമിഴ് സോങ്സിനോട് ഇത്ര ഇഷ്ടം വരാൻ എന്താണ്? അതിപ്പോ ഒബ്വിയസ്ലി ഒരു കാരണം എന്ന് വെച്ചാൽ AR സാറാണ് നമുക്ക് തമിഴിലോട്ട് എനിക്ക് കുറച്ചും കൂടി ഇൻസ്പിറേഷൻ നൽകിയ സാറാണ്. സാറിന്റെ തമിഴ് പാട്ടുകളും അങ്ങനെയാണ്. എനിക്കതിൽ ആയുരേ എന്നുള്ളൊരു പാട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് വളരെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇട്ടേക്കുന്നത്. അത് അതിന്റെ ഒരു ഫീലിനനുസരിച്ചിട്ട് തന്നെ ആ വീഡിയോ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട്. അപ്പൊ അമ്മയുടെ വളരെ ക്ലോസ് ആണല്ലോ. അമ്മേനെ പാടി കരയിപ്പിച്ച ആളെന്നാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആ പാട്ടൊന്ന് പാടിയിട്ട്.
ദേവി ആത്മരാഗമേകാം കന്യാവനിയിൽ സുഖതം കളഗാനം പകരാനണയൂ ഗന്ധർവ വീണയാകൂ നീ ദേവി. സാഗരങ്ങൾ മീട്ടും സോപാനഗീതമായി നിറയും നിൻ ശ്രുതിയിൽ ഇന്നാലാപം ഗമരേ രമ പനി ധനി മ പനി സാനി സരി സനി ബബ ബമരി സനി സരി മപ നിസരി മപ. സാഗരങ്ങൾ മീട്ടും സോപാനഗീതമായി നിറയും നിൻ ശ്രുതിയിൽ ഇൻഗാനാലാപം മദനയാമിനി ഹൃദയ സൗരഭം തരളമാം ശലഭങ്ങളായി നുകരാ നീ വരുമല്ലോ ദേവി. കുളിര് കോരിയില്ല, ലാസ്റ്റ് ഒരു ഹൈ ബിൽഡിലേക്ക് എത്തിയപ്പോ അടിപൊളിയായിരുന്നു. അപ്പൊ ഗുരുക്കന്മാർ ആരൊക്കെയാണ് ഈ ഒരു ഇതുവരെയൊക്കെ എത്തിച്ച ഗുരുക്കന്മാര്? കുറെ ഗുരുക്കന്മാരുണ്ട്. കാരണം ആദ്യം എന്നെ പഠിപ്പിച്ച പരപ്പോണ്ട് കൃഷ്ണ മാഷ് എന്ന് പറഞ്ഞൊരു മാഷാണ്. 1ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയതല്ലേ? 1ാം ക്ലാസ് മുതല് ആ മാഷ് 7 വർഷം പഠിപ്പിച്ചു. മാഷ് പിന്നെ മരിച്ചുപോയി. അതിനുശേഷം ഹരിപ്രസാദ് മാഷ്, അതിനുശേഷം ഇപ്പൊ യോഗി ശർമ്മ മാഷ്, വീണാവാദിനി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇപ്പൊ പഠിക്കുന്നത് സംഗീതം. അപ്പൊ BA ഇംഗ്ലീഷ് കണ്ട് ഇനി MA മ്യൂസിക് ആണ് എടുക്കാൻ പോണ പ്ലാൻ ഉണ്ട്. എന്താവെന്ന് അറിയില്ല. അതിപ്പോ പെട്ടെന്നൊരു പ്ലാൻ വന്നാണോ മുന്നേ ഉണ്ടോ? മുന്നേ ഉണ്ട്. BA ഇംഗ്ലീഷ് പകുതിയാകുമ്പോഴത്തേക്ക് ഞാനൊന്നും ഇങ്ങനെ മാറ്റി ചിന്തിച്ചാണ് MA മ്യൂസിക് എടുക്കാം ഇനി. അങ്ങനെയാണ്. അപ്പൊ BA തന്നെ മ്യൂസിക് തുടങ്ങണമെന്നുണ്ടായിരുന്നോ? അതോ അന്ന് ഉണ്ടായിരുന്നു, പക്ഷെ ഇംഗ്ലീഷാണ് പിന്നെയും അത് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പൊ പാട്ടിനെ കംപ്ലീറ്റ്ലി പഠിത്തമായിട്ട് എടുത്തിട്ടും എല്ലാ തരത്തിലും ഇനി പാട്ട് മതി. പാട്ട് മതി എനിക്ക്. പിന്നെ ചെറുതായിട്ട് അഭിനയിക്കുക ചെയ്യും. സിനിമയില് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ചെയ്തിട്ടുണ്ട്. അവിടെ ഇറങ്ങാനിരിക്കുന്ന ഒരു പടത്തിന്റെ പേരെന്താണ്? ബീരൻ എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ അടുത്തന്നെ ഇനിയിപ്പൊ അതും നമുക്ക് കാണാം ഉണ്ടാവും. അതില് പിന്നെ എന്നെ മനസ്സിലാവോന്ന് അറിയില്ല, മുടിയൊന്നും ഇല്ല എന്റെ ഫുള്ള് മുട്ട ഇങ്ങനെ ക്ലീൻ ഷേവ്. അഭിനയിക്കാൻ ഇഷ്ടമാണ്, അഭിനയിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ഒരു സാധനം ഫോക്കസ് ചെയ്യണം. മെയിൻ ആയിട്ട് സിംഗിങ് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് അഭിനയത്തിലേക്ക് എത്തിയത്? അത് ഒരു പ്രാവശ്യം അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അഷ്റഫ് സാർ ഉണ്ട്. സാർ ഇങ്ങനെ കണ്ടിട്ട് എന്നോട് പറഞ്ഞ് നിന്നിൽ അഭിനയിക്കാൻ എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ഒരു ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു, ഷോർട്ട് ഫിലിം പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് എയ്ഡ്സിനെ പറ്റിയുള്ള ഒരു ഷോർട്ട് ഫിലിം. അപ്പൊ നീ അതിലോട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഡയറക്ടർ എന്നെ ഇഷ്ടപ്പെട്ടു. ഗോപി കുറ്റുകോൽ സാറാണ്. അങ്ങനെ കൊണ്ടുപോയി അഭിനയിച്ചു. അതിനുശേഷം സാറിന്റെ മെയിൻ മൂവി ഈ ബീരൻ എന്ന് പറഞ്ഞൊരു മൂവിയിലേക്ക് എന്നെ എടുത്തു. അപ്പൊ പാട്ട് പാടുമ്പോ തന്നെയുള്ള ഓരോ ഫീലിൽ വരുന്ന എക്സ്പ്രഷൻസ് കാര്യങ്ങളും കണ്ടിട്ടൊക്കെ ആയിരിക്കും അല്ലേ? നമ്മുടെ മുഖഭാവങ്ങളും പാട്ടിനെ ഒരുപാട് ബാധിക്കുമല്ലോ. അതെ അതെ അതെ. പല ആൾക്കാരും പറയാറുണ്ട് പാട്ട് പാടുമ്പോ നീ അതിന്റെ ഇമോഷനിലൂടെയാണ് പാടുന്നതെന്ന് പറയാറുണ്ട്. എന്താ കേൾക്കുമ്പോ സന്തോഷം. സന്തോഷം. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാൻ പാടുന്നത്. വരികള് ഒക്കെ എന്താ പറയാ ഉൾക്കൊണ്ടിട്ട് ചില വരികൾ നമ്മൾ റിലേറ്റ് ചെയ്യുമല്ലോ. പ്രത്യേകിച്ച് തനിയെ എന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ കൂടുതലായിട്ട് പാടാറ് കോൺസെർട്ടിൽ. അപ്പൊ അത് തനിയെ പാടുന്നതിന് മുമ്പ് ഞാൻ അതിനെപ്പറ്റി പറയും. ഈ ഇന്നൊരു വരികൾ ഭയങ്കരമായിട്ട് സ്ട്രൈക്കിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാറ്. ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ട്. ഒറ്റയ്ക്കും ചെയ്യാറുണ്ട്, പിന്നെ വേറെ 2 ആൾക്കാര് ചെയ്യാറുണ്ട്. ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അതിനെ കൊച്ചിയിലോട്ട് മാറണമെന്ന് വിചാരിച്ചു. ഇപ്പൊ കാസർഗോഡ് ആയതുകൊണ്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ട്. കാസർഗോഡ് സൂരമ്പയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, അവിടെ നിന്നാണ് വരുന്നത്. ഇനി ബാൻഡ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ കൊച്ചി വന്നിട്ട് ഒരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇപ്പൊ പുതിയ പാട്ടിന്റെ വരികളിൽ ഇതുപോലെ എന്തെങ്കിലും എന്താ പറയാ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റി ആലോചിച്ചിട്ടോ? അങ്ങനെയൊന്നുമില്ല. എന്താ പറയാ, പിന്നെ എങ്ങനെയുള്ള ചെറിയൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു സാഡ് സോങ് പോലെ ഒരു പാട്ട്. വിരഹഗാനാണോ? അയ്യോ അങ്ങനെയൊന്നുമില്ല.
ആരെയും ഉദ്ദേശിച്ച് പാടുന്നതല്ല, അല്ല. എന്നാലും ചെറിയ ചെറിയ ഇമോഷൻസ് ഒക്കെ ഉണ്ട്, ഉണ്ട്. Okay. റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, അത് അമല് പാടി കേട്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അനുരാഗ ലോല ഗാത്രി എന്നുള്ളത്. അപ്പൊ അതൊന്ന് ലാസ്റ്റ് എനിക്കൊന്ന് കൂടെ പാടുത്തരും. പാടുന്ന ലയലാസ്യ കലാകാന്തി സഖി നിന്റെ രൂപമേന്തി മാരന്റെ കോൾ തേടി മായാമയൂരമാടി മായാമയൂരമാടി ഒളി തേടി നില പൂക്കൾ ഒളി തേടി നില പൂക്കൾ വീഴുന്നു നിന്റെ കാൽകൾ അനുരാഗലോല കാത്രി വരവായി നീലരാത്രി. അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പൊ ആരെങ്കിലും കാണുമ്പോഴൊക്കെ എന്തെങ്കിലും പാട്ട് തോന്നുക, അതേപോലെ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ഒക്കെ പാട്ടൊക്കെ പാടാറുണ്ടല്ലോ. അപ്പൊ എനിക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ ഈ പാട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏത് പാട്ട് പാടും? എനിക്ക് ട്രോള് വരും, എനിക്കറിയാം, എന്നാലും ഈശ്വര എനിക്ക് പാട്ടേ ഇല്ലേ. ദൂരത്തു കണ്ടാൽ അറിയാത്ത ഭാവം അരികത്തു വന്നാൽ അതിരാ പാൽക്കൂടം മുള്ളുള്ള വാക്ക് മുനയുള്ള നോക്ക് കാണാത്തതെല്ലാം കാണുവാൻ കൗതുകം ഉലയുന്ന പൂവേ മദനന്റെ വില്ല് മലരമ്പ് പോലെ നിറമുള്ള നാണം വിടരുന്നു പനിനീർപ്പർവം മനസ്സിനുള്ളിൽ. ഹേ സലോമ 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 ഹേ ഹേ സലോമ 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 ഹേ സലോമ 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 ഹേ ഹേ സലോമ 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 ഗഗ ഗ പരേസ സനിദ സസരി ഗഗ ഗദ പരേസ സനിദ സസരി. ഇളമാൻ കണ്ണിലൂടെ I'm thinking of you. ഇളനീർ കനവിലൂടെ I'm thinking of you. ഓ താങ്ക് യു. നല്ല പാട്ട്, ആദ്യമായിട്ടാണ് എനിക്ക് എടുത്ത് നല്ല പാട്ട് ഒരാൾ പാടി തരുന്നത്. മറക്കില്ല ഒരിക്കലും. അപ്പൊ എന്തായാലും വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കട്ടെ. ഇപ്പൊ പാട്ടിലാണെങ്കിലും മ്യൂസിക് ഡയറക്ടർ ആയിട്ടാണെങ്കിലും ഒരു നല്ല അഭിനേതാവായിട്ടാണെങ്കിലും ഒക്കെ എല്ലാരും മുന്നിൽ എന്നും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു.